കരുവന്നൂർ കേസിൽ ഹാജരാകാനുള്ള ഇ ഡി നോട്ടീസിന് മറുപടി നൽകി കെ രാധാകൃഷ്ണൻ MP. ചേലക്കരയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MP. ഇഡിയുടെ സമൻസിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളെ അമർച്ച ചെയ്യാനുള്ള നീക്കമാണ്. ഇഡിയെ ഭയപ്പെടേണ്ട കാര്യമില്ല, ഏതന്വേഷണവും നേരിടാം. പാർലമെന്റ് കഴിഞ്ഞ് ഇഡിക്ക് മുന്നിൽ ഹാജരാകുമെന്നും കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. അത് ഇന്നലെ ഹാജരാവണമെന്ന് പറഞ്ഞിട്ടാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡിക്കപ്പം തന്നെ നമ്മൾ ഇഡി ഓഫീസിലേക്ക് വിവരം കൊടുത്തു. ഹാജരാവാൻ കഴിയില്ല, പാർലമെന്റ് കഴിയുന്നവരെ നമുക്ക് ഹാജരാവാൻ കഴിയില്ല എന്ന് പിന്നീട് കത്തും കൊടുത്തു. ഇഡി ശ്രമിച്ച് അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എതിരാളികളെ എങ്ങനെയൊക്കെ അമർച്ച ചെയ്യാൻ കഴിയും മാത്രമാണ്. ഇഡിക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നതൊന്നും നമുക്കെതിരല്ല. പക്ഷേ ഏകപക്ഷീയമായിട്ട് തങ്ങൾക്കെതിരായി നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെയും നേതാക്കളെയും ഇല്ലാതാക്കുക എന്നുള്ള ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട്. അതിവിടെ മാത്രമല്ല, ഓൾ ഇന്ത്യ ലെവലിലും ഉള്ള കാര്യം. ഡൽഹിയിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് എത്തിയതെന്നും വൈകുന്നേരമാണ് നോട്ടീസ് വന്ന കാര്യം അറിഞ്ഞതെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. വ്യാഴാഴ്ച ഹാജരാകണം എന്നായിരുന്നു നോട്ടീസിൽ ഉണ്ടായിരുന്നത്. ബാങ്ക് അക്കൗണ്ട്, ഭൂമി സംബന്ധമായ കാര്യങ്ങൾ, ആസ്തി തുടങ്ങിയ ഡോക്യുമെന്റുകൾ ഹാജരാക്കാനാണ് നോട്ടീസിലുള്ളത്. ഏത് കേസാണെന്ന് നോട്ടീസിൽ പറയുന്നില്ല. വ്യക്തിപരമായ സ്വത്തുകളുടെയും മറ്റ് ഡോക്യുമെന്റുകളും കൊണ്ടുചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ട് നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കും ഇന്ന കാര്യം ഡോക്യുമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഡോക്യുമെന്റ്സായിട്ട് നമുക്ക് ഹാജരാകും. നമുക്കതിൽ ഭയപ്പെടുന്ന കാര്യമല്ല. ഏത് അന്വേഷണം വന്നാലും അതിനെ നമുക്ക് അതിൻ്റെ ബാങ്ക് അക്കൗണ്ട്, അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് ആസ്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഈ കേസാണ് എന്ത് കേസാണെന്ന് എനിക്കറിയില്ല. അതിൽ പർട്ടിക്കുലർ ഇന്ന കേസാണെന്ന് പറയുന്നില്ല. CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് കരുവന്നൂർ വിഷയം സംബന്ധിച്ച് ചർച്ച ഉണ്ടായിട്ടില്ലെന്നും MP പറഞ്ഞു. TC വിനോസ്, ചേലക്കര.